നമ്മൾ മേജർ സിനിപ്ലെക്സിലാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഡെത്ത് വിസ്പറർ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ, നെറ്റ്ഫ്ലിക്സിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടതായിരുന്നു. സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി ഫസ്റ്റ് പാർട്ട് കണ്ടു. ഒരു തായ് ഹൊറർ ഫിലിമാണ്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ആ ഒരു ലേഡി ഇൻ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൽ ആ ഒരു ഈവിൾ പ്രസൻസും പിന്നെ ഇതിൻ്റെ കഥ പറയുന്ന രീതി തായ് കൾച്ചറിനോട് ചേർന്നിട്ടൊക്കെയാണ് ഒരു ഈ ഹൊറർ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ പടമാണ്. അതിൻ്റെ തേർഡ് പാർട്ട് ഇവിടെ റിലീസായിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ഐമാക്സ് റിലീസാണ്. അപ്പോൾ ഡെത്ത് വിസ്പറർ 3, അതായത് TOD 3, അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ടിക്കറ്റ് വരുന്നത്. ആക്ച്വലി 69 തായ് ബാത്ത് ഇതിനുള്ളൂ. 69 തായ് ബാത്ത് എന്ന് പറയുമ്പോൾ നല്ല ഡിസ്കൗണ്ട് അല്ലേ? കാരണം ഇവരുടെ മേജർ എന്ന് പറയുന്ന ഇവരുടെ ആപ്പ്, ഈ ആപ്പ് ത്രൂ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേജർ സിനിപ്ലെക്സ് ആപ്പിൽ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട്. നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ സിം എടുക്കുമല്ലോ. അപ്പോൾ ആ സിമ്മിൻ്റെ നമ്പർ വെച്ച് തന്നെ നമ്മൾ മേജർ സിനിപ്ലെക്സിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിസ്കൗണ്ട്സും കാര്യങ്ങളും കിട്ടും. ഒറിജിനൽ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഇത് 69 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ റേറ്റൊക്കെ തന്നെ വരുന്നുള്ളൂ. ഒരു ഓൾമോസ്റ്റ് ഒരു 200-220 രൂപ ആ റേഞ്ചിൽ. അതാണ് മേജർ സിനിപ്ലെക്സ്. മൾട്ടിപ്ലെക്സ്, ലേസർപ്ലെക്സ്. നല്ല കിടിലൻ ആംബിയൻസ് അല്ലേ? പോപ്കോൺ 6 നവംബറിന് റിലീസാവുന്നത്. ഇത് മാത്രമല്ല, പ്രെഡേറ്ററും കൂടി ഉണ്ട്. ഷാൻഡ്ലിയറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ആക്ച്വലി ഇവിടെ മുഴുവൻ കമ്മിങ് സൂൺ വിത്ത് ഡേറ്റ് വെച്ചിട്ടുണ്ട്. 6 നവംബറിന് റിലീസാവുന്നത്. ഇത് റണ്ണിങ് മാൻ അല്ലേ? റണ്ണിങ് മാൻ. സൂട്ടോപ്പിയ 2 27th. ഇതേതോ തായ്ലാൻഡിലെ പിന്നെ മുഴുവൻ ഹൊറർ ഫിലിമാണല്ലോ. 4th December അവതാർ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹൊറർ ഫിലിം വരുന്ന ഇൻഡസ്ട്രീസ് തായ് ഫിലിം ഇൻഡസ്ട്രിയും പിന്നെ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യൻ ഹൊറർ ഫിലിംസിനൊക്കെ അനുസരിച്ച് പറയാൻ വേണ്ട തന്നെ. അമ്പോ കിടിലൻ സ്ക്രീനാണല്ലോ. രക്ഷയില്ലാത്ത സ്ക്രീൻ. കൊള്ളാം. ഫ്രീ പോപ്കോൺ 5 മിനിറ്റുള്ള മേടിക്കണം. ഈ ചെറിയ പോപ്കോൺ ഉണ്ടല്ലോ, ഈ ചെറിയ പോപ്കോൺ ആക്ച്വലി ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന യൂസേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഡിസ്കൗണ്ടും കിട്ടും, പോപ്കോണും കിട്ടും. മേജർ സിനിപ്ലെക്സ്. TOD ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെത്ത് വിസ്പറർ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എക്സ്പെഷ്യലി ഗംഭീരമാണ്. ഇത് ഒരു ഫാമിലിയുടെ കഥയാണ് പറയുന്നത്. 3 ആൺമക്കളും 3 പെൺമക്കളും. അതിലായി പെൺമക്കളിൽ നടുക്കത്തെ ആളുടെ അടുത്ത് ഒരു ഈവിൾ സ്പിരിറ്റ്, ഒരു ലേഡി ഇൻ ബ്ലാക്ക് എന്ന് പറയുന്നത്, അതിനാണ് ഈ ഡെത്ത് വിസ്പറർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു ഈവിൾ സ്പിരിറ്റിൻ്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ ഒരു മിസ്റ്ററി ആ സ്വഭാവമാണ് ഈ പടത്തിൻ്റെ. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ ബ്ലാക്ക് സ്പിരിറ്റ്, ആ ബ്ലാക്ക് സ്പിരിറ്റിൻ്റെ ഒറിജിൻ സ്റ്റോറി തുടങ്ങിയ കാര്യങ്ങളൊന്നും ഫസ്റ്റ് പാർട്ടിൽ പറയുന്നില്ല. പിന്നെ അതിനകത്ത് ഈ പറയുന്ന ഈ ഈവിൾ സ്പിരിറ്റിന് ഒരു ഹോസ്റ്റ് വേണം. അപ്പോൾ ആ ഹോസ്റ്റ് യഥാർത്ഥത്തിൽ ഏതാണ്, ആരാണ് എന്നുള്ളതൊക്കെയുള്ള എല്ലാം ഒരു മിസ്റ്ററി കലർന്ന രീതിയിലാണ് എൻ്റെ ഫസ്റ്റ് പാർട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് ഒരു ഗ്രൗണ്ടഡ് ലെവലിലാണ് ഫസ്റ്റ് പാർട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പേഴ്സണലി എനിക്ക് ഈ 3 പടങ്ങൾ കണ്ടതിൽ ഫസ്റ്റ് പാർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇത് പിന്നെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മാറും. കാരണം ഈ ബ്ലാക്ക് സ്പിരിറ്റ്, ഈ ലെവലിൽ വരുന്ന സ്പിരിറ്റിനെയൊക്കെ ഗൗൾ എന്നൊക്കെ പറയൂലേ. അപ്പോൾ ഇതിലെ നായകൻ എന്നൊരു കിടിലൻ സംഭവം ഉണ്ടോ. നല്ല ഹാൻഡ്സമാണ് പുള്ളി നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു ഭയങ്കര ഒരു ആക്ഷൻ സ്റ്റാർ, ആ ഒരു ലെവലിലുള്ള ഒരു ഇമേജുള്ള ആളാണെന്ന് തോന്നുന്നു. ഞാൻ പുള്ളിയുടെ വേറെ പടമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ ഫിലിം, ആ ഒരു ഫീലാണ് കിട്ടുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് TOD സെക്കൻഡ്, അതായത് ഡെത്ത് വിസ്പറർ 2. അതിനകത്ത് പിന്നെയും കുറച്ച് സസ്പെൻസ്, ട്വിസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിറഞ്ഞ് ആ രീതിയിലൊക്കെയാണ്
സെക്കൻഡ് പാർട്ട് പോകുന്നു. തേർഡ് പാർട്ടിലേക്ക് വരാൻ നേരത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ തന്നെ ഈ സ്പിരിറ്റിനെ ഇവർ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഈ സ്പിരിറ്റിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഈ പറയുന്ന ഈവിൾ സ്പിരിറ്റിനേക്കാളൊക്കെ മോശമായിട്ടുള്ള ആൾക്കാർ മനുഷ്യന്മാർ തന്നെയാണ്. തിരിച്ചു കൊണ്ടുവരുന്ന ചില മനുഷ്യന്മാരുടെ ഒരു ആവശ്യമാണ്. അതിൻ്റെ പേരിൽ ഈ പറയുന്ന ഈ ഫാമിലിയിൽ ഒരു ഏറ്റവും ചെറിയ പെൺകുട്ടി, ഈ പെൺകുട്ടീനെ തട്ടിക്കൊണ്ടു പോകുന്നു. ഈ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ഈ പറഞ്ഞ 3 ബ്രദേഴ്സും കൂടി പോകുന്നതാണ് ഇതിൻ്റെ തേർഡ് പാർട്ടിൻ്റെ കഥ. ആക്ച്വലി മറ്റേ സെക്കൻഡ് പാർട്ടൊക്കെ പോലെ തന്നെ ഒരു കാടിനുള്ളിൽ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് അന്വേഷിച്ച് പോകുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ആദ്യം കുറച്ചൊരു സ്ലോ നരേഷൻ ആ രീതിയിലൊക്കെ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് പുതിയ 2 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒരു കാട്ടിലുള്ള വില്ലേജിലെ 2 പേര്. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പടങ്ങളിൽ അൾട്ടിമേറ്റ്ലി വരേണ്ട ഒരു സാക്രിഫൈസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സാക്രിഫൈസ് എന്നുള്ളത് ഇതിനെ പടത്തിലുണ്ടാവുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെന്താണ്, പിന്നെ ഈ പറയും പെൺകുട്ടി, ഏറ്റവും ചെറിയ പെൺകുട്ടി അതിനെ രക്ഷപ്പെടുത്തിയോ, പിന്നെ ഈ ഈവിൾ സ്പിരിറ്റ് വീണ്ടും തിരിച്ചു വന്നാൽ തന്നെ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവരൊരു 1.5 മണിക്കൂറിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പടത്തിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഇറ്റ്സ് സോ ഗ്രൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന, എനിക്ക് ഈ 3 പടങ്ങളിൽ ഏറ്റവും ഫേവറേറ്റ് ഫസ്റ്റ് പാർട്ടാണ്. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊമേഴ്ഷ്യലായി. അപ്പോഴും ഇതിൻ്റെ ഒറിജിൻ സ്റ്റോറി തുടങ്ങിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. തേർഡ് പാർട്ടിലാണ് ഈ ബ്ലാക്ക് ഈവിളിൻ്റെ ഒറിജിൻ സ്റ്റോറി പറയുന്നത്. അപ്പോൾ ഒറിജിൻ സ്റ്റോറി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ ബിൽഡപ്പും ഇതിൻ്റെ സ്റ്റോറി ലൈൻ, ആ ഒരു സ്റ്റോറി ലൈൻ്റെ പ്രത്യേകതയൊക്കെ കൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒറിജിൻ സ്റ്റോറി ആക്ച്വലി നല്ല രീതിയിലൊക്കെ പറയുമായിരിക്കുമെന്ന്. പക്ഷേ നമ്മളിപ്പോൾ നോർമലി ഇതുപോലുള്ള ഇപ്പോൾ ഇന്തോനേഷ്യൻ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു സിമ്പിൾ ഒറിജിൻ സ്റ്റോറി തന്നെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒറിജിൻ സ്റ്റോറി ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര ഒരു എഫക്റ്റീവായിട്ട് തോന്നില്ല, ഒരു കോമൺ സംഭവമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൽ ഒരു എക്സൈറ്റിംഗ് ആയിട്ട്, സെക്കൻഡ് പാർട്ടിലാണെങ്കിൽ പോലും എക്സൈറ്റിംഗ് ആയിട്ട് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, സ്ട്രൈറ്റ് ഫോർവേഡായിട്ടാണ് കഥ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രാഫ് ഫസ്റ്റ് പാർട്ട് ഹെവിയാണ്, സെക്കൻഡ് പാർട്ട് അതിൻ്റെ താഴെ വരും, തേർഡ് പാർട്ട് അതിനും താഴെയായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവരിത് ഭയങ്കര വലിയ റിലീസായി, ഞാൻ പറഞ്ഞല്ലോ ഐമാക്സ് റിലീസാണ്, ഐമാക്സിൽ ഫുൾ സ്ക്രീനാണ് ഈ പടം. അപ്പോൾ ആ രീതിയിലൊക്കെ കൊണ്ടുവന്ന് റിലീസാക്കിയത് എനിക്ക് തോന്നുന്നു 1 മാസത്തിന് മുകളിലായി ഈ പടം ഇവിടെ റണ്ണിങ് ആയിട്ട്. ഇപ്പോഴും സ്റ്റിൽ 3-4 ഷോ ഉണ്ട്, ഷോ കാണാൻ ആളുകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ സക്സസ്സുകളൊന്നായിരിക്കണം ഈ പടം. ഇപ്പോൾ എനിഹൗ അതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് പാർട്ട് ആ ഒരു ലെവലിലേക്ക് വരുന്നില്ല. എന്നാൽ പോലും ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹൊറർ എന്നുള്ള രീതിയിലല്ല, ഇതൊരു മിസ്റ്ററി ഒന്നുമില്ല, എന്നാലും ഒരു ത്രില്ലർ പടം കാണുന്ന മൂഡാണ് ഈ പടത്തിന് കൂടുതലായിട്ട് തരാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞൊരു ത്രില്ലർ പടമാണ്. അതിനകത്ത് ഒരുപാട് സ്പിരിറ്റ്, അതായത് ബ്ലാക്ക് സ്പിരിറ്റ് കൂടാതെ വേറെ സ്പിരിറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്ന് ഒരു ഈവിൾ സംഭവങ്ങളൊക്കെ വരുന്നു. കൊള്ളാം, ഒരു ഡീസൻറ്റ് പടം, അതിൻ്റെ മുകളിലേക്കൊന്നുമില്ല. ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ ബെറ്റർ ആയിരുന്നു സെക്കൻഡ് പാർട്ട്, അതിനേക്കാൾ ഗംഭീരമാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നിങ്ങൾ ഈ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും കൂടി കണ്ടുപോക്കുക. തേർഡ് പാർട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും OTT വരും, അപ്പോഴും കണ്ടുപോകുക. ആ 2 പടങ്ങളുടെ ലെവലില്ല, അതാണ് അതിൻ്റെ റിയാലിറ്റി.